Good morning, everybody. So today's class is continuation of the last class. That means Vasti. Okay. അതിൽ വസ്തിയുടെ പ്രധാന കർമ്മത്തിനും അതിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് അവസാനിപ്പിച്ചത് അല്ലെ. ആഫ്റ്റർ അല്ലെ പൊസിഷൻ ഓഫ് വസ്തി അല്ലെ, അതിലാണ് നമ്മൾ ലാസ്റ്റ് നിർത്തിയത്. അപ്പൊ അതില് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വസ്തി പശ്ചാത് കർമ്മം. അതായത് വസ്തി കൊടുത്തു, നമ്മൾ ലാസ്റ്റ് വീക്ക് എന്ത് ചെയ്തു, വസ്തി നമ്മളത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്നതാണ് അടുത്ത നമ്മൾ പോകുന്ന നെക്സ്റ്റ്. ഓക്കെ. സോ അതിൽ ഫസ്റ്റ് നമ്മൾ കാണേണ്ട ഒരു കാര്യം വെച്ചാൽ പൊസിഷൻ അല്ലെ. അതിൽ ഓക്കെ, അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവിടെ നമ്മൾ വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാണ്. അതിലൊന്ന് പറയുന്നത് അല്ലെ, ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ വസ്തി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വസ്തു നമ്മൾ കൊടുക്കുന്ന സമയത്ത് we have to keep some things like എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് പറയാം തരാം അല്ലെ. നമ്മൾ എന്ത് ചെയ്തു, ലൂബ്രിക്കേറ്റ് ചെയ്ത് അതിനുശേഷം ഒക്കെ ബ്ലൂബൊക്കെ ചെയ്ത് നമ്മൾ എയറൊക്കെ കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, വസ്തി കൊടുത്തു. ആ വസ്തി കൊടുത്തു കഴിഞ്ഞ് അത് എടുക്കുന്നവരെ നമ്മൾ അവിടെ കണ്ടു. അതിനുശേഷം പിന്നെ ചെയ്യുന്നത് ആ വസ്തി കൊടുക്കുന്നതിനൊരു കാര്യമുണ്ട്. നമ്മൾ ഒരൊറ്റ കംപ്രഷനിൽ തന്നെ അല്ലെ, പ്രപീഡയ ച ഏകാഗ്ര ഗ്രഹണേന ദത്തം നേത്രം ശനേർ ഏവ തതോ ഉപകർഷയെ. ചരകസിദ്ധി 3rd ചാപ്റ്ററിൽ 18th and 19th ശ്ലോകം നിങ്ങൾ നോക്കുമ്പോൾ ഈ ശ്ലോകം കാണാൻ പറ്റും. പ്രപീഡയെ ച, അതായത് വിത്ത് എ സിംഗിൾ ആക്ട് ഓഫ് കംപ്രഷൻ ഓൺ ദ റിസപ്റ്റക്കിൾ അല്ലെങ്കിൽ ഇൻജെക്ട് ദ കണ്ടന്റ് ആൻഡ് ദെൻ യു ഷുഡ് ഗ്രാജുവലി വിഡ്രോ ദ നോസിൽ ട്യൂബ് ഫ്രം ദ ആനസ്. അതായത് ഒരു സിംഗിൾ കംപ്രഷൻ ആയിരിക്കണം. ആ കംപ്രഷൻ ഒരിക്കലും ടു ഫാസ്റ്റോ ടു സ്ലോ ആവാൻ പാടില്ല. അതൊരു ക്രമാതീതമായിട്ടുള്ള രീതിയിലുള്ള കംപ്രഷൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ കംപ്രഷൻ കൊടുത്തു കഴിഞ്ഞ് വസ്തി എല്ലാം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത് ഫുള്ള് കയറ്റാൻ പാടില്ല. നമ്മൾ പറഞ്ഞിട്ട് എന്താണ്, ചെറിയൊരു റിമൈനിങ് പാർട്ട് ഷുഡ് ബി ഇൻ പുട്ടക അല്ലെ. നമ്മൾ അതായത് എയർ കിടക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഭാഗം അതിൽ തന്നെ വെക്കുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാജുവലി വിഡ്രോ ദ നോസിൽ ടു ഫ്രം ദ ആനസ് അല്ലെ. നമുക്ക് അതിനുശേഷം മെല്ലെ അത് നമുക്ക് ഊരി പുറത്തെടുക്കാം. ഓക്കെ. അതിനുശേഷം പിന്നെ എന്താ പറയുന്നത്, വസ്തി ശൈവി കരേ കൃത്വ ദക്ഷിണേന അവപീഡയേ ഏകേനേകം അവപീഡേന ധൃതം ന വിലംപിതം തതോ നേത്രം ഉപനീയ ത്രിശം മാത്ര പീഡനകാലാത് ഉപേക്ഷ്യാത് ഉത്തിഷ്ഠേതി ആധുരം ബ്രൂഹേ. എന്താ, one should skew the right hand with hold the bladder with the left hand. അതൊക്കെ നിങ്ങൾ അവിടെ കണ്ടു കാണും അല്ലെ. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ പിന്നെ ഇത് എന്തിന്റെ ബ്ലാഡറിനെയും നേത്രവും കൂടി നമ്മൾ പിടിച്ച് റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മളത് സ്ക്യൂ ചെയ്യാം. ഇറ്റ്സ് നൈദർ ടു ഫാസ്റ്റ് നോ ടു സ്ലോ ആൻഡ് കംപ്ലീറ്റ്ലി ഇൻ വൺ പ്രസ് അല്ല. ഒറ്റ പ്രസ്സിൽ തന്നെ അത് കംപ്ലീറ്റ്ലി കയറും വേണം. അല്ലാണ്ട് ഒന്ന് പ്രസ് ചെയ്ത് വിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോഴും ചിലപ്പോൾ എയർ കയറാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒറ്റ പ്രസ്സിൽ തന്നെ എത്ര കയറുന്നോ അത്രയും കയറ്റ്, പക്ഷെ കുറച്ച് അതിൽ റിമൈനിങ് വെക്കണം അല്ലെ. ദ എമൗണ്ട് ഓഫ് ടൈം ടേക്കൺ ഓഫ് സ്ക്യൂസിങ് ഷുഡ് ബി 30 മാത്ര കാല ആൻഡ് ആസ്ക് ദ പേഷ്യന്റ് ടു ഗെറ്റ് അപ്പ്. ഓക്കെ. ഇത് സ്ക്യൂസ് ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത് 30 മാത്ര കാലയാണ്. നമ്മൾ എന്ത് ചെയ്ത് ഒരു പ്രാവശ്യം അത് സ്ക്യൂസ് ചെയ്ത് ആ മെഡിസിൻ മുഴുവൻ കയറാനുള്ള സമയം എന്ന് നമ്മൾ ആചാര്യം പറയുന്നത്. അതുപോലെ വിദ്വാദവേക യതിച്ച അർദ്ധഗത്തെ നിഷ്കൃഷ്വ മുക്തേ പ്രണയേ ശേഷം. And in the middle of the administration of bhakti, the patient feels any urge to pass the flatus or feces, then the enema nostril should withdraw and the patient is allowed to pass the urge. Thereafter, the remaining liquid of the bhakti is administered. എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ by chance while giving the bhakti, patient may feel some urges അല്ലെ. ആ സമയത്ത് ചിലപ്പം ഒന്നില്ലെങ്കിൽ എന്താ പറയാ, മലമൂത്ര വിസർജനം എന്തെങ്കിലും രീതിയിലുള്ള അർജസ് അവർക്ക് വളരെ അർജന്റ് ആയിട്ട് അവർക്ക് വന്നു എന്ന് വരിക. പ്രത്യേകിച്ച് ഫീസസ് അല്ലെ അല്ലെങ്കിൽ ഫ്ലാറ്റസ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വെച്ച് വസ്തി കൊടുക്കുന്നത് നിർത്തി അത് വിഡ്രോ ചെയ്യുക.
അതിനുശേഷം അത് പാസ് ചെയ്യാൻ പേഷ്യന്റിനെ വിടുക. അതിനുശേഷം റിമൈനിങ് പാർട്ട് ഓഫ് ദ എമൗണ്ട് ഓഫ് ദ ഡ്രഗ്സ് ക്യാൻ ബി വിഡ്രോൺ ഇറ്റ്. ഓക്കെ, അല്ല സോറി, അഡ്മിനിസ്റ്റർ ഇറ്റ്. ഓക്കെ, ഇതാണ് നമ്മളവിടെ ചെയ്യേണ്ട കാര്യം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട വേറൊരു കാര്യമാണ് എന്ത്? പൊസിഷൻ ആഫ്റ്റർ ദ വസ്തി അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ് ഈസ് ഓൾസോ Acharya has explained in Charaka Siddhi, 3rd chapter, 26th sloka. Okay, so after the administration of Miruhavasti, patient is allowed to lie on his back comfortably on the bed. Utthana derasya krita upathana syat viryam apnoti tathasya deyam. After the administration of Miruhavasti, patient is allowed to lie on his back comfortably on the bed with his body is raised position by means of pillow in such a way that the virya of the vasti may spread throughout the body. Okay, അപ്പം എന്ത് ചെയ്യണം? പേഷ്യനോട് കറക്റ്റ് ആയിട്ട് ബാക്ക് റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കംഫോർട്ടബിൾ ആയിട്ട് കിടക്കാൻ പറയണം. പിന്നെ ബോഡി ഷുഡ് ബി റേസ്ഡ് ബൈ മീൻസ് ഓഫ് പില്ലോ ഇൻ സച്ച് എ വേ ദാറ്റ് ദ വീര്യ ഓഫ് ദ വസ്തി ഷുഡ് ബി സ്പ്രെഡ് ഓൾ ഓവർ ദ ബോഡി. ബോഡി കുറച്ച് പില്ലോ ഒക്കെ വെച്ച് ഉയർത്തിയതിനു ശേഷം അതെല്ലാം സ്പ്രെഡ് ചെയ്യാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കണം. അതുപോലെ എന്താണ്? ഉത്ഥാനി തഥമാത്രേതു നിരൂഹേ തൻ ഭവേ കൃത ഉപധാന സംസാത വേഗശ്ച ഉത്കടകഃ സൃജയേത്. When getting the address of research, one should sit for a defecation in squatting position. Utkataka position, that is squatting position. Ashtanga Hridayam Sutrasthana, 19th chapter, 46th sloka. Ashtanga Hridayam Sutrasthana, 19th chapter, 46th sloka. പറയുന്നതാണ് എന്ത്? എപ്പോഴും അർജസ് വന്നു ആ സമയത്ത് ഉടനെ പേഷ്യന്റ് അർജസിന് വേണ്ടി പോയിരിക്കും. ആ പൊസിഷൻ എന്ത് ചെയ്യണം? ഉത്കാടക. ദ പൊസിഷൻ ഈസ് കോൾഡ് ആസ് ഉത്കാടക. ദാറ്റ് മീൻസ് ദ സ്ക്വാറ്റിംഗ് പൊസിഷൻ. ദാറ്റ് പൊസിഷൻ ഷുഡ് ബി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആ പൊസിഷനിലാണ് ഇരുന്നിട്ട് എന്ത് ചെയ്യേണ്ടത്? പേഷ്യന്റ് എവിടെ പോകേണ്ടത്? ടോയ്ലറ്റിൽ പോകേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു ഒബ്സർവ് സംതിങ് ആഫ്റ്റർ മിരുഹോസ്തി. എന്തൊക്കെ ഒബ്സർവേഷൻസ്? ഒബ്സർവേഷനിൽ മെയിൻ ആയിട്ട് പറയുന്നത് വസ്തി പ്രത്യാഗമന, അധിയോഗ, അയോഗ, സമ്യക് യോഗ ലക്ഷണ ആൻഡ് ലാസ്റ്റ് വ്യാപക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ഒബ്സർവേഷനിൽ വെക്കേണ്ട കാര്യമാണ്. ഒന്ന് വസ്തി പ്രത്യാഗമന, ദെൻ സമ്യക് അധിയോഗ അയോഗ ആൻഡ് വ്യാപക് ഇഫ് എനി. അല്ലെ, വ്യാപത്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാണ്ട് വ്യാപത്ത് ഉണ്ടാക്കണം എന്നാണ് വ്യാപത്ത്. വ്യാപത്ത് പറഞ്ഞാൽ എന്താണ്? കോംപ്ലിക്കേഷൻ. സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് വസ്തി പ്രത്യാഗമന? യെസ്, വസ്തി പ്രത്യാഗമനം മീൻസ് എന്താണ്? വസ്തി കൊടുത്തതിന് ശേഷം അത് പുറത്തേക്ക് നിർവഹിക്കുന്നത്, പുറത്തേക്ക് വരുന്നത്. അല്ലെ, അതാണ് വസ്തി പ്രത്യാഗമനം. സമ്യക് അധിയോഗ അയോഗം എന്ന് പറഞ്ഞാൽ ഇത് അല്ലെ, സമ്യക് എന്ന് പറഞ്ഞാൽ നല്ല ലക്ഷണം, അധികമായിട്ടുള്ള ലക്ഷണവും അയോഗമായിട്ടുള്ള ലക്ഷണങ്ങളും നമ്മൾ പ്രത്യേകമായിട്ട് നോക്കണം. അതായത് ഫസ്റ്റ് വസ്തി പ്രത്യാഗമന ലക്ഷണാസ് എന്ന് പറയുന്നത് എന്താണ്? ആഗതോ പരമഃ കാലേ മുഹൂർത്തോ മൃത്യുവേ പരം തത്ര അനുലോമികം സ്നേഹം ക്ഷാരമൂത്രം അമ്ല കൽപ്പിതഃ ത്വരിതം സ്നിഗ്ധം തീക്ഷ്ണ ഉഷ്ണം വസ്തി അന്യപ്രപീഡയേ വിദദ്യാത് ഫലവർത്തിവ സ്വേദനേ ത്രാസനാതി ച. അഷ്ടാംഗഹൃദയ സൂത്രസ്ഥാന 19th chapter 47 and 48 sloka should refer it. So we should by heart this sloka because then ഇവിടെ എന്താ പറയുന്നത്? മിരുഹമസ്തി come out within a മുഹൂർത്ത. അതാണ് ആക്ച്വലി അവിടെ പറയുന്നത് ആഗതേ പരം കാലേ മുഹൂർത്തേ മൃത്യുവേ പരം. അതായത് ആ 1 മുഹൂർത്തക്കുള്ളിൽ തന്നെ നിരൂഹമസ്തി പ്രത്യാഗമനം നടന്നിരിക്കണം. 1 മുഹൂർത്തം എന്ന് പറയുന്നത് is a 48 minutes. Okay, so within that the pratyagamana should be takes place, otherwise it may end up with any serious complications. Okay, mrityu param may cause some serious complications, and in case of delay evacuation അങ്ങനെയാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ വിദേശം പ്രത്യാഗമനം നടക്കാൻ എന്തെങ്കിലും ഡിലേ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹവിവേചന, അനുലോമമായിട്ടുള്ള ദ്രവ്യങ്ങള്, വസ്തി പ്രിപ്പയർഡ് വിച്ച് സ്നിഗ്ധ ഉഷ്ണ തീക്ഷ്ണ ദ്രവ്യാസ്, അതുപോലെ സ്നേഹക്ഷാര, മൂത്ര, ആംല എക്സെട്ര ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വസ്തി കൊടുക്കണം, അല്ലെങ്കിൽ ഫലവർത്തി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ സ്വേദന കൊടുക്കാം.
അപ്പോൾ പിന്നെ പേടിപ്പിക്കാമെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് വസ്തി പ്രത്യാഗമനം കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ, അതായത് വിത്തിൻ 48 മിനിറ്റ്സ് അത് നടന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ പ്രത്യാഗമിക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് ശ്രമിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു നിരൂഹവസ്തിന്റെ പ്രത്യാഗമന കാലം എന്ന് പറയുന്നത് 48 മിനിറ്റ്സ്. നിരൂഹവസ്തി 48 മിനിറ്റ്സ്. But Anuvasana Vasti is different, so we'll discuss during the Anuvasana Vasti class. Okay, so here it's a 48 minutes, very important. Okay, and next, Swayameva Nivrittu Tritiyo Vastirishyate Tridiyo Abhi Chaturto Abhi Yavato Sunirutataha. In case Niruha Vasti comes out automatically in time, then second, third, and fourth Niruha Vasti can be given to on the consequent days till the symptoms of proper Niruha Vasti appear. അതിന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്രത്യാഗമനം നടക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 3, 4, 5 വസ്തുക്കൾ അവിടെ കൊടുക്കാം ടിൽ ദ സമ്യക് നിരൂഹ വസ്തി ലക്ഷണം കാണുന്നത് വരെ. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആഫ്റ്റർ പ്രത്യാഗമനം. ഓക്കെ, സോ പ്രത്യാഗമന കാലം എന്ന് പറയുന്നത് അവിടെ 48 മിനിറ്റ്സ്, ദാറ്റ് ഈസ് ദ പ്രത്യാഗമന കാലം. സോ നെക്സ്റ്റ് യു ഗോയിങ് ഫോർ സമ്യക് യോഗ ലക്ഷണം. സോ അവിടെ നമ്മൾ പറഞ്ഞ സമ്യക് അയോഗ അധിയോഗ ലക്ഷണം. ഇൻ ദാറ്റ് സമ്യക് ലക്ഷണം is well Charagasiddhi first chapter 41 shloka. He had explained, Acharya has explained that prasishta vinmutra samiranatva ruchakni vruddhayashah Laghavagni Roga Ubashanti Prakristata cha Balam Chata Syat Suniruta Linkam. So these are the lakshanas of Samyak Vasti, Samyagoga lakshana of Vasti. So that is the Samyagoga lakshana of Niruha Vasti. Here in the Varnade Prasishta Vit, Prasishta Mutra, Rujinahara, Agni Vruddhi, Ashya Laghava, Rogopashamana, Prakristita Bhala. So these are the lakshanas. Upon the Kerme, Prasishta Vit, the evacuation of bowel without any discomfort. Prasishta Mutra, evacuation of Mutra without any discomfort. Rujinahara means getting taste, good taste in ahara. Agni Vruddhi means increase the agni and good appetite. Ashya Laghava, lightness of the body. Rogoshamana means recovery from roga. Prakristita means restoration of normal health. Okay, normal health in restore, but then bala increases the strength. So these are the Samyak Lakshana. You can refer Charagasiddhi first chapter 41 shloka. In other Ashtanga Hridaya also as explained, so that also you can by heart it. So you have to by heart Samyak Yoga Lakshana from any Acharya, okay, whatever it is. Okay, so next is Ayoga Lakshana. So next is Ayoga Lakshana means it's Ayoga means and then if the Vasti is not given properly, Niruha Vasti is not given properly, the Lakshanas are Syatrup Shiroha Gutavasti Linkam Shof Linke Shofaha Pradishyaya Vikartikecha Hrillasika Maruta Mutra Sanka Shwasana Samyakcha Niruhike. Means if the Niruha is not given properly, the symptoms like Ruk, Shofa, Pradishyaya, Parikartika, Hrillasa, Mutra Sanka, Maruta Sanka, Shwasa. So these are the lakshanas. So what does the pain means? The pain in Shira, Hridaya, Guda, Vasti and Linga, genital organ. Okay, ഇവിടെ ഒക്കെ നമുക്ക് എന്തുണ്ടാവും? Pain ഉണ്ടാവും. പിന്നെ അതുപോലെ Shofa, where swelling. Pradishyaya means rhinitis. Parikartika means it's kind of pain. It's like cutting pain in the anal region. Hrillasa means nausea. Maruta Sanka means obstruction of Vata, means flatus. Mutra Sanka means obstruction of Mutra, then Shwasa, difficulty in breathing. So these are the Ayoga Lakshana of Vasti. So next is Adhyoga Lakshana of Vasti. Here, when the Vasti in action, more action, it's Adhyoga Lakshana. In the Lakshana Jandava, Linkam Yatevadi. Virejidasya Bhave Tadevadi Niruhitasya. Kapha Pitta Shayacha Anilotya Sukti Ankamarta Klama
वेपनाद्य निद्रा बल आभाव तमप्रवेश उन्माद हिक्काश्च विरेचितेय. Here the lakshanas are Charagasiddhi first chapter 43 and Charagasiddhi first chapter 19 to 20 slokas. Get that Angasupti, Angamarda, Klama, Kampa, Nidra Nasha, Taurbalya, Tamapravesha, Unmata. No. Linkam Yatavati Virejanacha Bhave Tadevadi Niruhitasya. എന്താ പറയുന്നത്, ഏത് രീതിയിലാണോ വിരേചനത്തിന് അതിപ്രവൃത്തി ഉണ്ടാവും, അധിയോഗം ഉണ്ടാവുന്നത്, അതേ സെയിം ലക്ഷണം തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്? അംഗസുപ്തി, അംഗമർദ്ദ, ക്ലമ, കമ്പ, നിദ്രാനാശ, ദൗർബല്യ, സമപ്രവേശ, ഉന്മാദ, ഹിക്ക. Here the Angasupti means numbness all over the body, and Angamarda means pain all over the body. Klama means exhaustion. Then അതുപോലെ Kamba means shivering. Nidranasha, loss of sleep. Daurbalya, feeling of weakness. Tamapravesha, darkness in front of eyes. Unmata, irrelevant behavior. Hikka. So these are the lakshanas of adhiyoga lakshanas. അതുപോലെ തന്നെ വിരേചനത്തിന് എന്താണ് അധിയോഗം ഉണ്ടാവുക, അത് തന്നെയാണ് സെയിം എന്നും ആചാര്യൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ റെഫർ ദാറ്റ് ഓൾസോ. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് പശ്ചാത് കർമ്മ. This is the important because yoget beche bhoche koshnana varina snatham tanu dhanvarasah odanah vikaroya nirudasya bhavanti prajalermaletu prajalermale te sukoshna amposiktasya yanti uktapata shava. Here in the Ashtanga Sutras, 19th chapter 50 and 51 sloka, after the proper evacuation of Niruhavasti, patient is allowed to take bath in the lukewarm water and diet, which is shali variety of rice mixed with the mamsarasa or pulses. And after the administration of Niruha, Mala will get dislodged and starts moving, which in turn may lead to diseases. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ Ushna Jala Snana and diet is prescribed as per the dosha avastha, so that it will get pacified. Okay. അപ്പം എന്ന് പറയുന്നത് ശാലി റൈസ് കൊണ്ട് മിക്സ് വിത്ത് മാംസരം പൾസസ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് അതുപോലെ നിരൂപത്തി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയൊക്കെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യാം, ചിലപ്പോൾ ചില അസുഖങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഉഷ്ണജല സ്നാനയും പിന്നെ എന്താണോ അപ്പോൾ ഉണ്ടാകുന്ന ദോഷാവസ്ഥ അതിനനുസരിച്ചിട്ടുള്ള ഔഷധങ്ങളും കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പൂജ്യം പുനർവ്യാധിം അവേക്ഷ്യം തത് പ്രഗൽപേ യൂഷഭയോ രസാദി സർവേഷു വിദ്യാ വിധിമേത ആദ്യം ഭക്ഷ്യാമി വസ്തിന ഉത്തിരയ. The diet should be prescribed according to the disease and the condition of the patient, comprising of soup or pulses, ക്ഷീര, മാംസരസ, അല്ലെ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. അതായത് ആ ഡിസീസിനനുസരിച്ച് എന്താണ് അവിടെ ഡയറ്റ് പ്ലാൻ ചെയ്യേണ്ടത്, ആ ഡയറ്റിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ അതുപോലെ when the meal is digested on the same day, even after the consuming little diet, the patient may given അനുവാസവസ്തു to providing. അതാണ് അഷ്ടാരക സംഹിത പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം. എന്താണ്, രാവിലെ നിരോവസ്തി കൊടുത്തു കഴിഞ്ഞ് അതിനുള്ള ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർ സെയിം ഡേ, ആഫ്റ്റർ എ ലൈറ്റ് മീൽ, കൺസംഷൻ ഓഫ് ദ ലൈറ്റ് മീൽ, വി ക്യാൻ ഗിവ് അനുവാസവസ്തി ഓൺ ദ സെയിം ഡേ. ഓക്കെ, സോ അതും നമ്മൾ പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ അനുവാസവസ്തി കൊടുക്കാനും കഴിയും. ഓക്കെ, ഹിയർ ഇറ്റ് കംപ്ലീറ്റ്സ് നിരൂഹവസ്തി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത അതിലൊരു നമ്മൾ 3 ബസ്തി പ്രത്യാഗമനം, അധ്യോഗ, അയോഗ, സംയോഗ പറഞ്ഞ ശേഷം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, വ്യാപത്, ബസ്തി വ്യാപത്, നിരൂഹവസ്തി വ്യാപത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും, ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.